രേഖപ്പെടുത്തുവാൻ ശശി തരൂരിനെ ക്ഷണിക്കുന്നു. സത്യം സത്യം എല്ലാവരെയും ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ആശ്വാസം തോന്നുന്നു. നിങ്ങൾ ഈ ആവേശമുള്ള സ്വീകരണത്തിൽ എന്റെ ഹൃദയത്തെ തട്ടി. ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും വന്നിട്ട് അനന്തപുരിയുടെ ഈ സ്പർശവും ഈ ഗന്ധവും കൂടുതൽ ഊർജ്ജസ്വരം ആവുന്നു. പക്ഷേ ഈ നാടും ഈ നാട്ടുകാരും എന്റെ ഉള്ളതല്ലേ എന്റെ ധൈര്യം. എന്താ സംഭവിച്ചു? ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് മുതൽക്ക് എന്റെ അറിവുള്ള മലയാളത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും കേട്ടു. ഒരു രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഓരോരോ ഭാഗത്ത് പോയിട്ട് അവരറിയുന്ന ഭാഷയിൽ കേരളത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഞാൻ പലപോലെ ആത്മാർത്ഥതയോടെയും ധൈര്യത്തോടെയും ബാധിച്ചു. എന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചത് കേരളത്തിന്റെയും തിരുവനന്തപുരത്തും നന്മയ്ക്ക് മാത്രമായി. ഇതിനെല്ലാത്തിനും എനിക്ക് ചാരിതാർത്ഥ്യതയുണ്ട്. സാമ്പാദിക ലാഭത്യമാണ് നിൽക്കുന്നവനാണ് എന്നെക്കുറിച്ച് ലോകം പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ ഐക്യരാജ്യസഭയ്ക്ക് വേണ്ടി അന്താരാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ട് 30 വർഷം ഞാൻ ലോകം മുഴുവൻ നിന്നിട്ടുണ്ട്. ആരും ഇങ്ങനെ പറയാൻ അവസരം കൊടുത്തിട്ടില്ല. 54 വയസ്സിലല്ല ഒരു മനുഷ്യൻ മാറാൻ പോകും. എന്നെക്കുറിച്ച് ആരും വിശ്വസിക്കാത്ത അലിഗേഷൻസാണ് ഈ ഓപ്പോസിഷനും മീഡിയക്കാരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാജിവെക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരേ വ്യക്തി ചോദിച്ചു, ഒരു ഫുൾ എൻക്വയറി നടത്താം, സത്യം ലോകത്തറിയാം. ഇത് ഞാൻ തിരുവനന്തപുരത്തിന്റെ ബന്ധങ്ങളെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നലെ ഞാൻ പറയാത്തത് നാളെ ആരും പറയാൻ. ഞാൻ പാർലമെന്റിൽ ആ ദിവസം എന്റെ നിലവിളികൾക്കുണ്ടായിട്ട് പാർലമെന്റ് പ്രവർത്തിക്കാൻ സാധിക്കാൻ ഒരു ഓപ്പോസിഷൻ നേതാവ് വലിയ നെടുവച്ചയുടെ ആൾ വന്നിട്ട് എന്നെ ഹാൻഡ്ഷേക്ക് मैंने मेरे तो सोच क्या सचमुच सोचते हैं कि मैं चोर हूँ? നിങ്ങൾ ശരിക്കും സത്യത്തിൽ വിശ്വാസിക്കുന്നു ഞാൻ കള്ളനാണ്? ആര് ചിരിച്ചു പറഞ്ഞു कभी नहीं, ऐसा मैंने ഒരിക്കലും हम आपके खिलाफ नहीं, IPL क्रिकेट के खिलाफ. നിങ്ങളെതിരല്ല IPL ക്രിക്കറ്റ് നേതാവ് ഈ നേതാവാണ്. ആ രാജിവെച്ച കാരണം വെളിയിൽ കിടക്കും സത്യം എല്ലാവർക്കും. ലോകം മുമ്പോട്ട് ഓടുന്നു. ഈ ഓട്ടത്തിൽ കേരളം കുറച്ചുവാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഇത്തര സംസ്ഥാനങ്ങളൊപ്പം എത്തിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിലാണ് എന്റെ കാലിൽ മുള്ളുന്നത്. അത് ഞാനൊരു മുറിവായിട്ടല്ല, ഒരു ജീവിത അഭിമാനം, ഒരു ജീവിത അനുഭവമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞുവല്ലോ, രാഷ്ട്രീയത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം. നിങ്ങളുടെ കലാക്ഷത്തോടും നിങ്ങളുടെ സഹായത്തോടും എനിക്ക് പല അപ്സും കിട്ടിയിട്ടുണ്ട്. ഒരു ഡൗണിൻ്റെ ഒരു സമയമാണ്. ശരി, അതും ഒരു അനുഭവമാണ്. പക്ഷേ ഈ പരീക്ഷ വേറെ പരീക്ഷ ഈ പരീക്ഷ പാസ്സാണ്.